കോമള ഇത് ഒന്നാം പിറന്നാളിനെടുത്ത സാധനം ഉണ്ണിക്ക് നമ്മുടെ മൂത്ത പേരക്കുട്ടിക്ക് ഇപ്പൊ വയസ്സ് 8 ആയി. ഈ 8 വയസ്സിനുള്ളില് എത്ര 28 നമ്മൾ ചോറ് കൊടുക്കില്ലേ, ഊണ് കൊടുക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടതായ ഡ്രസ്സാണ് ഓരോരോ ഐറ്റങ്ങളും കാണുന്നത്. 28 നമ്മള് ഉടുത്തത് കശവ്, എന്നിട്ടാണ് നമ്മൾ ചോറ് കൊടുത്ത് ഗുരുവായൂർ വെച്ചിട്ടില്ലേ 6-ാം മാസത്തില്. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള തുണികള് ഇന്നിപ്പോ ഉണ്ണിക്ക് 8 വയസ്സെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 8 വയസ്സിനുള്ളിൽ കാണുന്ന ഡ്രസ്സുകളാണ് ഓരോ വർഷങ്ങളും എടുത്തത് ഇല്ലേ. ഇത് ഒരു ദിവസം ഇടും 2 ദിവസം ഇടും, അത് കഴിഞ്ഞ കഴിഞ്ഞു. പിന്നെ അങ്ങനെ മടക്കി അതിന് ഒന്നായിട്ട് മടക്കിയും കണ്ട് അലമാരിയിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ വെക്കും. ഇപ്പൊ പെയിന്റ് അടി വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒക്കെ വെളിയിലിട്ടു. ഇനി 2 പെൺകുട്ടികളുടെ പേരക്കുട്ടികളുടെ ചെറുത് അവർക്ക് വന്നിട്ട് 5 വയസ്സും 3 വയസ്സും ഒക്കെ ഒന്നല്ല 2 വയസ്സൊക്കെ ആകുന്നു. അവരുടെയും തുണികൾ വേറെ കിടക്കുന്നു. എത്രയാ സാധനങ്ങൾ ഒരു കാലത്ത്. ഉണ്ണി, പ്രിയമുള്ളവരെ, ഇതാ സഹധർമ്മിണി ശ്രീമതി കോമളം, ഹായ്. അനുജൻ, സഹോദരൻ, എന്റെ അളിയൻ, അതായത് സഹോദരൻ ഉടനെ താഴെയുള്ളതാണ്. ദേവദാസ് പേര്. ഇപ്പൊ ഇവിടെ പെയിന്റ് പണിയൊക്കെ നടക്കുമ്പോ പെയിന്റ് പണിക്കും വേണ്ടി വന്ന് അല്പ സ്വല്പം ഞങ്ങളെ സഹായിക്കാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ വേണ്ടി. അതെ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നാത്തൂൻ ശ്രീമതി ദിവ്യ, അതായത് അളിയന്റെ ഭാര്യ, കോമളത്തിന്റെ ആങ്ങളയുടെ ഭാര്യയാണ് നാത്തോൻ. ഞങ്ങൾക്കൊക്കെ ഇവിടെ ആങ്ങള നാത്തോന്നൊന്നുമില്ല, സത്യം പറയാലോ. ശരിക്കും കുടുംബത്തിൽ ഒരു രക്തബന്ധത്തിൻ്റെതായ വഴിയാണ്. സ്വന്തം സഹോദരിയും സഹോദരൻ തുല്യമായിട്ട് കാണുക. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പഴയ കാലത്തെ ഉണ്ണി നമ്മൾക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല. നമ്മൾ കാണില്ല, ഈ വീഡിയോ കാണുന്നവർക്കും ഇല്ലാന്ന്. ഇന്നുള്ള തലമുറകളിൽ ഇത് എത്രയാ കിടക്കണത്. ഇന്ന് ഈ തുണി വാങ്ങിക്കണമെങ്കിലേ ചുരുങ്ങിയത് 100-400-500 കൊടുക്കണം അല്ലേ. നല്ല വിലയുണ്ടല്ലോ. ഇല്ലേ, കൂടുതലല്ലേ. അന്ന് നമുക്ക് പറഞ്ഞാലുണ്ടോ ഇതുപോലെ ഡ്രസ് ഉണ്ടാ, ഒന്ന് കീറിയാൽ കൂടി വേറെ തുന്നിയിടണം. ഇത് കണ്ടപ്പോ ഞാൻ ആലോചിക്കണം, ദിവ്യ ഒരു കാര്യം ചെയ്യും, അവിടെ കൊല്ലംകോട്ടിൽ ആരെങ്കിലും പാവങ്ങൾ വരുവാണെങ്കിൽ അവർക്ക് ഇതിന് കൊടുത്തോ. പിന്നെ നമ്മൾ ഇതിനും കൊണ്ടിപ്പോ ആർക്കും വേണോ കോട്ട് നടക്കാനും പറ്റില്ല. ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അവിടെ കൊല്ലംകോട്ടിൽ ആൾക്കാരുണ്ടല്ലോ. ഇത് കണ്ടില്ലേ, ഇത് 11-ാം മാസത്തിലെടുത്ത ഡ്രസ്സാണ്. ഇപ്പൊ വെളിയിലിട്ടപ്പോൾ ഇത് കാണുന്നത് എനിക്ക് ഓർമ്മയില്ലാട്ടാ. അന്ന് ആള് 11 മാസമാണെങ്കിലും ഒരു വയസ്സായ പോലെയാണ്. എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്താ ഉണ്ണിയെ ഞാൻ ചുരുക്കമാട്ടെ, മാമനല്ലേ ഈ തുണിയൊക്കെ മാമൻ കൊണ്ടുപോകുന്ന, മാമന് പോലും ഓർമ്മയുണ്ടാവില്ല. നമുക്ക് ഓർമ്മയുണ്ട. ഞാൻ മുത്തശ്ശനാണ്. 5-ാം മാസത്തിലുള്ള ഡ്രസ് ഞങ്ങൾ എടുത്തു, നമുക്ക് ഓർമ്മയില്ലാതെ. ഒന്ന് ആലോചിക്കും, അത്രയും പഴക്കമാണ്. ഒരു മനുഷ്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇതുപോലെ തുണിയില്ലാത്ത ഘട്ടങ്ങൾ വന്നു. ഇത് കാണുമ്പോ നമുക്ക് ഈ തുണിക്കൊക്കെ എന്താ നോക്ക്, ആനക്കുട പോലിക്കും അല്ലേ. അമ്മോ, ഇതൊക്കെ ഉണ്ണിക്ക് കിട്ടിയതാണിത്. പിറന്നാളിന് മൊക്കെ കൊണ്ടുവന്ന ബർത്ത്ഡേ ഇന്നത്തെ കാലം. അന്ന് നമ്മൾക്ക് പിറന്നാളും ഇല്ല, തുണിയും ഇല്ല, അല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് കൊല്ലംകോട്ടേക്ക് പോവില്ലേ, പോകുന്ന സമയത്ത് ഇതിനെ അവിടെ ആർക്കും പാവങ്ങൾ വരില്ലേ, ഇന്നലെ കൊണ്ടുവന്ന പോലെയുണ്ട് ഈ സാധനം. പെയിന്റ് നടക്കുക എല്ലാം. ഇത് ഞാൻ ഇത്ര നേരം കണ്ടില്ലല്ലോ. ഈ 7-8 കൊല്ലം ഇവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് പിറന്നാൾ കൊടുത്ത നമുക്ക് ഓർമ്മയില്ലല്ലോ. ആർക്കും ഓർമ്മയുണ്ടോ? നല്ല ഭംഗി. നിങ്ങൾ കൊണ്ടുപോയി അതേപോലെ നല്ല ഭംഗിയാണ്. ഇതിപ്പോ എന്താ ചെയ്യുന്നറിയോ, ഇതെന്താ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അറിയോ, എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ചിലതെല്ലാം മറന്നു പോകും. ആ മറന്നു പോകുന്ന കാഴ്ചയാണിത്. ഇപ്പൊ വെളി വന്നപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായത്. നല്ല നല്ല ഡ്രസ്സാണ്. കണ്ട, പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ ഒരു അനുഭവം നിങ്ങൾക്കും കാണാം, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടാവും. അത് ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയത് മാത്രം. ഇത് പാവങ്ങൾക്കൊക്കെ കൊടുക്കാം. ശരി, നന്നായിരിക്കട്ടെ. എല്ലാവർക്കും എന്താ പറയാ, ഞങ്ങളുടെ ഉത്സവത്തിന്റെ പേരിൽ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അതിന്റെ പെയിന്റ് അടിയും ഇവിടെ അളിയനും അതുപോലെ തന്നെ ദിവ്യമോളും ഇവരൊക്കെ കൂടി സഹായിക്കാൻ വേണ്ടി വന്നാണ്. അതിന് എല്ലാവരും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വീഡിയോ മുഴുവൻ കാണുക.